ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ സ്വയം ജീവിക്കാൻ മറക്കരുത്, ബുദ്ധൻ്റെ അമൂല്യമായ ജീവിത പാഠം. ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം മരണമാണെന്ന് പലരും കരുതുന്നു. പക്ഷേ ബുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ അതിലും ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട്. ജീവിച്ചിരിക്കെ യഥാർത്ഥത്തിൽ ജീവിക്കാതെ പോകുന്നത്. പലരും രാവിലെ കണ്ണു തുറക്കുന്നത് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനാണ്. സമൂഹം എന്തു പറയും എന്ന ഭയം, കുടുംബം എന്തു വിചാരിക്കുമെന്ന ആശങ്ക, മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള ആഗ്രഹം, ഇവയുടെ തടവറയിലാണ് അനേകം പേരും ജീവിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, പിന്നെ ഒരു ജീവിതം. ഒടുവിൽ ഒരു ദിവസം അവർ തിരിച്ചറിയുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, പക്ഷേ എനിക്ക് വേണ്ടി ഒരിക്കൽ പോലും ജീവിച്ചില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ബുദ്ധൻ പഠിപ്പിച്ചത് മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ പ്രധാന കാരണം ആസക്തിയാണെന്നാണ്. സമ്പത്തിനോടുള്ള ആസക്തി മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രശംസയോടും അംഗീകാരത്തോടുമുള്ള ആസക്തിയും നമ്മെ ബന്ധിക്കുന്നു. നിങ്ങൾ എത്ര നല്ലവനായാലും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും, നിങ്ങളുടെ നന്മ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ടാകും. അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സമാധാനം എന്നും അവരുടെ കൈകളിലായിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസം എത്തിയെന്ന് കരുതുക. അന്ന് നിങ്ങൾ എന്തായിരിക്കും ഓർക്കുക? കൂടുതൽ ജോലി ചെയ്യാമായിരുന്നു എന്നോ, അതോ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ, പിന്തുടരാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ, പറയാൻ ആഗ്രഹിച്ച സ്നേഹവാക്കുകൾ, മനസ്സിന് സന്തോഷം നൽകിയ ചെറിയ നിമിഷങ്ങൾ, ഇവയെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോ? മനുഷ്യർക്ക് ഏറ്റവും വലിയ പശ്ചാത്താപം പരാജയപ്പെട്ടതല്ല, സ്വന്തം ജീവിതം ജീവിക്കാതിരുന്നതാണ്. എന്നാൽ സ്വന്തത്തിനായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വാർത്ഥനാകുക എന്നല്ല. ബുദ്ധൻ്റെ മാർഗം ഒരിക്കലും സ്വാർത്ഥതയെ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പഠിപ്പിച്ചത് സമത്വമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കൂ, സഹായിക്കൂ, കരുണ കാണിക്കൂ. പക്ഷേ അതിനിടയിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. സ്വന്തം മനസ്സ് ശൂന്യമായ ഒരാൾക്ക് മറ്റുള്ളവരുടെ ജീവിതം നിറയ്ക്കാൻ കഴിയില്ല. ശാന്തിയില്ലാത്ത ഒരാൾക്ക് സമാധാനം നൽകാനും കഴിയില്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, ആദ്യം നിങ്ങളുടെ മനസ്സിനെ അറിയുക. ഒരു ദിവസം കുറച്ച് നിമിഷമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഞാൻ യഥാർത്ഥത്തിൽ സന്തോഷവാനാണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിതമാണോ ഞാനിപ്പോൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഒരു കഥാപാത്രത്തെ മാത്രമാണോ അവതരിപ്പിക്കുന്നത്? ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നാളെ എന്ന് പറയുന്നതിന് ഒരു ഉറപ്പുമില്ല. അടുത്ത നിമിഷം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ എന്തിനാണ് ഇന്നത്തെ സന്തോഷം നാളേക്കായി മാറ്റിവെക്കുന്നത്? എന്തിനാണ് സമാധാനം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ തേടുന്നത്? യഥാർത്ഥ സമ്പത്ത് ബാങ്ക് അക്കൗണ്ടിലെ പണമല്ല,
അത് മനസ്സിൻ്റെ സമാധാനമാണ്. യഥാർത്ഥ വിജയം പ്രസക്തിയല്ല, സ്വന്തം മനസ്സിനോട് സത്യസന്ധമായി ജീവിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ സമയം എപ്പോഴും വിലപ്പെട്ട സമ്പത്താണ്. പോയ സമയം ഒരിക്കലും തിരികെ വരില്ല. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കൂ, സ്വപ്നങ്ങളെ സംരക്ഷിക്കൂ, മനസ്സമാധാനത്തെ സംരക്ഷിക്കൂ. ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കും. കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഒടുവിൽ സ്വയം നഷ്ടപ്പെടും. ബുദ്ധൻ്റെ ജ്ഞാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ഓരോ ശ്വാസവും ഒരു അനുഗ്രഹമാണ്. ഓരോ ദിവസവും വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ജീവിതം വെറുതെ കളയരുത്, ഭയത്തിൽ ജീവിക്കരുത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവുകാരനാകരുത്. അതുകൊണ്ട് ബോധത്തോടെ ജീവിക്കൂ, സ്നേഹത്തോടെ ജീവിക്കൂ, കരുണയോടെ ജീവിക്കൂ. എന്നാൽ സ്വന്തത്തിനായി ജീവിക്കാൻ, സ്വയം ജീവിതം ജീവിക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനം, ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ നന്ദി. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്കായി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായി ഇത് പങ്കുവയ്ക്കൂ. ഓർക്കുക, ജീവിതം നീട്ടാൻ നമുക്ക് കഴിയില്ല, പക്ഷേ ജീവിക്കുന്ന ഓരോ നിമിഷത്തിനും അർത്ഥം നൽകാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് ഇതുവരെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനമേകുന്ന വീഡിയോകളുമായിട്ട് വരുന്നതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.